നമസ്കാരം. ഞാൻ ഒട്ടനിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷനാണ്. കേരള സർക്കാർ നിങ്ങളുടെ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായ കേരള റോഡ് ഫണ്ട് ബോർഡിൽ സൈറ്റ് സൂപ്പർവൈസർമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 60 ഒഴിവുകളാണുള്ളത്. ഇതിലേക്ക് സിവിൽ എഞ്ചിനീയറിംഗിലോ ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി ബന്ധപ്പെട്ട മേഖലയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. സെപ്റ്റംബർ 10 വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാനും മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരള ഗവൺമെന്റിന്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കേരള ഫണ്ട് ബോർഡ് എന്നുള്ളത്. അവിടെയാണ് ഈ വേക്കൻസികളെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെയാണ് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ഓൺലൈനായിട്ട് വേണം ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ടുള്ളത്. കേരള ഗവൺമെന്റ് കീഴിലുള്ള ഓട്ടോണമസ് സ്ഥാപനമായ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആണ് ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പൊ CMDയുടെ വെബ്സൈറ്റ് വഴി വേണം നമ്മൾ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത്. ഇതിലേക്ക് 2025 ഓഗസ്റ്റ് 27 മുതൽ സെപ്റ്റംബർ 10 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. അവസാന തീയതി സെപ്റ്റംബർ 10 ആണെന്ന് പ്രത്യേകം ഓർത്തിരിക്കാം. CMDയുടെ വെബ്സൈറ്റ് എന്നുള്ളത് www.cmd.kerala.gov.in. ഈ സൈറ്റിന്റെ നോട്ടിഫിക്കേഷൻ ലഭ്യമാണ്. ഈ സൈറ്റ് വഴി തന്നെ വേണം നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട കാര്യം കൂടി മനസ്സിലാക്കുക. പോസ്റ്റിന്റെ പേര് സൈറ്റ് സൂപ്പർവൈസർ എന്നുള്ളതാണ്. ആകെ വേക്കൻസികളുടെ എണ്ണം 60 ആണെന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിട്ടുള്ളത് സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ ആണ്. അതോടൊപ്പം MS പ്രോജക്റ്റ്, അതുപോലെ MS ഓഫീസ്, അതുപോലെ മറ്റ് എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ള പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം, പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം എന്ന കാര്യം ഓർത്തിരിക്കുക. അതോടൊപ്പം സിവിൽ വർക്കിൽ പ്രിപ്പറേഷനിലൊക്കെയുള്ള നോളജ് ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ, ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ആണ്. അതിന്റെ ബില്ലൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കാര്യമാണ് പ്രത്യേകം ഓർത്തിരിക്കുക. എക്സ്പീരിയൻസ് യോഗ്യത 2 വർഷമാണ്. 2 വർഷത്തെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ നേടിയതിനു ശേഷം 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഏതെങ്കിലും പ്രൈവറ്റിലോ ഗവൺമെന്റിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലോ ഇൻഫ്രാസ്ട്രക്ചറിലോ ട്രാൻസ്പോർട്ടേഷൻ പ്രോജക്റ്റിലോ പ്രവർത്തിച്ചുള്ള 2 വർഷത്തെ പ്രവൃത്തി പരിചയം കൂടി ഉണ്ടായിരിക്കണം. ശമ്പളം പറഞ്ഞിട്ട് പ്രതിമാസം 25,000 രൂപയാണ് ശമ്പളമായിട്ട് ലഭിക്കുക. ഉയർന്ന പ്രായപരിധി 36 വയസ്സാണ്. നിയമനം തുടക്കത്തിൽ 1 വർഷത്തേക്കായിരിക്കും നിയമിക്കുക. കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ടെമ്പററി വേക്കൻസി ആയിരിക്കും. എന്നാൽ പിന്നീട് അത് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാൻ ചാൻസ് കൂടി ഉണ്ട് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ ഈ പ്രായം എക്സ്പീരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2025 ജനുവരി 1 അടിസ്ഥാനമാക്കിയാണെന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഇതിലേക്ക് അപേക്ഷാ ഫീസ് ഉണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ 500 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട്. SC കാൻഡിഡേറ്റ് ആണ് അപേക്ഷിക്കുന്നത്, അവർക്ക് 250 രൂപ മതിയാവും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതുപോലെ സെന്റർ ഫോർ മാനേജ്മെന്റ് വെബ്സൈറ്റ് വഴി വേണം നമ്മൾ അപേക്ഷിക്കാനായിട്ടുള്ള നമ്മൾ നോട്ടിഫിക്കേഷൻ വിശദമായ രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാൻ. ഫീസ് അടയ്ക്കുന്നതും ഓൺലൈനായിട്ട് തന്നെയാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഏത് സർവകലാശാലയിൽ ബിരുദമായിരിക്കണം എന്ന കാര്യം ഓർക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒന്നും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതിന്റെ കോപ്പി മാത്രം സബ്മിറ്റ് ചെയ്യാൻ മതിയാവും. ഒറിജിനൽ ആവശ്യപ്പെടുന്ന സമയത്ത് മാത്രം ചെയ്താൽ മതിയാവും. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. നമുക്ക് എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.